ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടീച്ചറും പിള്ളേരും യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശിവാലയ സ്കൂൾ ഓഫ് ഡാൻസ് ആയ എൻ്റെ നൃത്ത സ്ഥാപനത്തിൽ ഞാൻ ചെയ്യിക്കാറുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എക്സസൈസൊക്കെ നമ്മൾ വിട്ടുപോയി എടുക്കാനായിട്ട് അതും കൂടി നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. നമുക്കപ്പോൾ എക്സസൈസൊക്കെ കാണാം. ഇതാണ് നമ്മൾ മിസ്സായ എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ്, ഷോൾഡർ എക്സസൈസ്. ഇത് ഭരതനാട്യത്തിൽ ആദ്യത്തെ ഇനമായ അലാരിപ്പിൽ നമ്മൾ ചെയ്യാറുള്ളതാണ് ഈ ഷോൾഡർ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്. അത് പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് പ്രധാനമായിട്ടും ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാറുള്ളത്. ഇതിൻ്റെ താളമാണ് ത ക ധി മി, 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 ത ക ധി മി. കണ്ടോ, അങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂടി വരും. അടുത്തത് ഈ ഷോൾഡർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. റൊട്ടേഷനും ആൻറ്റി റൊട്ടേഷനും വരാറുണ്ട്. അടുത്തത് ഇതാണ്. ഇത് നമ്മൾ അപ്പർ ബോഡി മാത്രമേ മൂവ് ആവാൻ പാടുള്ളൂ. അതാണ് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്. ഇത് നമ്മുടെ ബോഡിക്ക് നല്ല ഷേപ്പ് വരാനുള്ള, അരഭാഗത്തിന് നല്ല ഷേപ്പ് വരാനുള്ള എക്സസൈസാണ്. അതിൻ്റെ തന്നെ സെയിമാണ് ഇത്. കാലൊന്ന് അകത്തി വെച്ചിട്ട് അപ്പർ ബോഡി മാത്രം നമ്മളിങ്ങനെ ചെയ്യും. അടുത്തത് ഇതാണ്. നടു നല്ലോണം വളച്ച് കാല് തലയിൽ മുട്ടിക്കണം. ഇത് നമ്മൾ യോഗ ക്ലാസ്സിൽ ഒക്കെ ചെയ്യിപ്പിക്കാറുള്ളതാണ്. നടു നല്ലോണം വളച്ചാൽ ആ കാല് തലയിൽ മുട്ടാൻ പറ്റുള്ളൂ. അതിന് അവരിങ്ങനെ ട്രൈ ചെയ്യാണ്. കുറച്ച് പേർക്കൊക്കെ പറ്റും, കുറച്ച് പേർക്ക് പറ്റില്ല. കണ്ടോ, റൈറ്റും ലെഫ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കാലും നീട്ടി വെച്ചിട്ട് രണ്ട് കാലും തലയിൽ മുട്ടിക്കണം. ഇതുപോലെ കണ്ടോ. ഇത് പിന്നെ ഈസിയാണ്. ഒരേ കാലം മുട്ടിക്കാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അടുത്ത എക്സസൈസാണ് ഇത്. ഇത് നമ്മൾ ലാൻഡിങ് ചെയ്യാനായിട്ടാണ്. അതായത് നമ്മൾ കാല് പൊന്തിച്ച്, ഒരു കാല് പൊന്തിച്ച് നമ്മൾ സ്പ്ലിറ്റ് ഇരിക്കില്ലേ, അത് നമ്മൾ നേരെ നിൽക്കും. ആ ഒരു പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. മാക്സിമം നമ്മുടെ കൈ ഉയർത്തി കാല് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് കയ്യുമ്മേക്ക് ടച്ച് ചെയ്യിപ്പിക്കണം. ഇത് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഹൈറ്റ് ഉയർത്തി കൊണ്ടുവരണം. കണ്ടോ, അങ്ങനെ നിൽക്കാനായിട്ടാണ്. അത് കുറച്ച് കിട്ടാൻ കുറച്ച് പാടാ. അവർക്ക് കിട്ടാത്തതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. അവന്തികയ്ക്ക് ഒരാൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് ഫുള്ളായിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിലാകെ ഉമാനീതു, അവന്തിക ഇവരൊക്കെയാണ് നോർമലായിട്ട് ഇതൊക്കെ ചെയ്യാറുള്ളത്. ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അടുത്തത് ഈ എക്സസൈസാണ്. റൈറ്റ് കാല് നീട്ടി വെച്ച് ലെഫ്റ്റ് കാല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മടക്കി കൈ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് തല തറയിൽ മുട്ടിക്കണം. ഈ ഒരു എക്സസൈസിന് നമ്മുടെ കാലിൻ്റെ രണ്ട് വശത്തെയും മസിൽ നല്ലോണം ലൂസാവാനായിട്ട് സഹായമാവുന്ന എക്സസൈസാണ്. കണ്ടോ, കാലങ്ങനെ മടക്കി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കി വെച്ച് തല ഇങ്ങനെ മുട്ടിക്കണം. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ മസിലുകൾ ഇങ്ങനെ വലിയുന്നതായിട്ട് ഫീൽ ചെയ്യും.
അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റാണ് എക്സസൈസ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. അടുത്തത് W അല്ലെങ്കിൽ M, അതുപോലെ ഇങ്ങനെ കാല് വെച്ചിട്ട് കൈ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് തല തറയിൽ മുട്ടിക്കണം. ഇത് എളുപ്പാട്ടോ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഇത് കാല് രണ്ടും അകത്തി വെച്ച് കൈ ഇങ്ങനെ കൈയും ബോഡി ഒരുമിച്ച് ഇങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവരിക. ബോഡിക്ക് നല്ല വഴക്കം കിട്ടുന്നതിന് പറ്റിയ എക്സസൈസ് ആട്ടോ. കാൽമുട്ട് മടക്കരുത് നമ്മളിങ്ങനെ വളയ്ക്കുമ്പോൾ. നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് നമ്മൾ പല യോഗ ക്ലാസ്സിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു എക്സസൈസ്. കൈ ഇങ്ങനെ ഇപ്പോൾ റൈറ്റ് കൈ നമ്മളിങ്ങനെ മടക്കിയ 90 ഡിഗ്രിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പുറത്തെ കൈ വെച്ച് റൈറ്റ് കൈ ഇങ്ങനെ പിടിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു എക്സസൈസ്. കണ്ടോ, കൈ അങ്ങനെ വരണം. നമ്മൾ ബെൻഡിങ് ആദ്യം ഇവരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം കുട്ടികളാണ് ഹെൽപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവരെ ഭിത്തിയിൽ ഇങ്ങനെ കൈവച്ച് അവർ സ്വയം ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ച് വളയാനായിട്ട് ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ കൈ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവന്ന് അതിങ്ങനെ വളച്ച് വീണ്ടും ബെൻഡിങ് പൊസിഷനിൽ വന്ന് വീണ്ടും ഇങ്ങനെ വളച്ച് വരിക. കണ്ടോ, അത് നമ്മുടെ നടുവിന് നല്ല വഴക്കം കിട്ടാനും ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവാനും സഹായിക്കുന്ന എക്സസൈസാണ്. അത് കണ്ടോ, പാറു അവിടെ ചെയ്യുന്ന കണ്ടോ, ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ച് അവനാണ് സ്വയം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വയം ഒരു കോൺഫിഡൻസ് കിട്ടും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഈ പ്രായത്തിലേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അവർ മുട്ടുകുത്തി ബെൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്. മുട്ടുകുത്തി ബെൻഡിങ്ങും നിന്നിട്ടുള്ള ബെൻഡിങ്ങും ഒക്കെ 3 വട്ടമാണ് മിനിമം ഞാനിവരെ കൊണ്ട് ഇത് ചെയ്യിക്കാറുള്ളത്. ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് ബെൻഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിൽ വീഴാനൊക്കെ പോകുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യരുത്. വീണാലും നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നിന്ന് വീണ്ടും അത് ട്രൈ ചെയ്യുക. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ചെയ്യാറുള്ള ടോട്ടൽ എക്സസൈസ് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചെണ്ണം ഞാൻ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ കണ്ണിൻ്റെ എക്സസൈസുകൾ, കഴുത്തിൻ്റെ എക്സസൈസുകൾ ഇതൊക്കെ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് തരത്തിലുള്ള വീഡിയോയാണ് വേണ്ടതെന്നും ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.